നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആര്? ശ്രീനാരായണ ഗുരു, ആഗമാനന്ദ സ്വാമി, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി. വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി സ്ഥാപിതമായ സംസ്ഥാനം കർണാടക, കേരളം, ഡൽഹി, ഗുജറാത്ത്. കേരള ഹൈക്കോടതിയാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ 603 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹം ഏതായിരുന്നു? ചാലിയാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മാറുമറയ്ക്കൽ, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമായിരുന്നു. കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ, ബീഹാർ. കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഭാരതത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചത്? ഫ്രാൻസ്, ജപ്പാൻ, അയർലാൻഡ്, അമേരിക്ക. ഇന്ത്യയുടെ നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത് അയർലാൻഡിൽ നിന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏത്? കൊട്ടിയൂർ, തെന്മല, ആറളം. ഇവയൊന്നുമല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല ആയിരുന്നു. ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതായിരുന്നു? രാജസ്ഥാൻ, ഡൽഹി, കേരളം, തമിഴ്നാട്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ, കോട്ടയം, മണ്ണൂത്തി, ധർമ്മശാല. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയിലാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ അധികാരമുള്ളത് രാജ്യസഭ, പാർലമെൻറ്റ്, പ്രധാനമന്ത്രി, രാഷ്ട്രപതി. മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. നൂറുമേനി എന്ന പരിപാടി സംപ്രേഷണം ചെയ്യുന്ന TV ചാനൽ മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ്, സൂര്യ, വിക്ടേഴ്സ്. നൂറുമേനി എന്ന പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് വിക്ടേഴ്സ് ചാനലിലൂടെയാണ്. ആരുടെ രചനയാണ് ആദിഭാഷ എന്നത്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ. ആദിഭാഷ എന്ന രചന ചട്ടമ്പി സ്വാമികളുടെ ആയിരുന്നു. ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ബീഹാർ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. കുട്ടികൾ ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. ആരാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു. ഇവരാരുമല്ല. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളായിരുന്നു. താഴെ പറയുന്നവയിൽ എനർജി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? ജൂള്, കിലോഗ്രാം, വാട്ട്, ഫാരഡ്. എനർജിയുടെ യൂണിറ്റാണ് ജൂള്. 2022 നടന്ന ലോകകപ്പിൽ ആരാണ് 2ാം സ്ഥാനം നേടിയത്? ഫ്രാൻസ്, ജപ്പാൻ, അമേരിക്ക, ബ്രസീൽ. 2022 ഫ്രാൻസിനായിരുന്നു 2ാം സ്ഥാനം. കേരള സർക്കാരിൻ്റെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 100, 101, 999, 1098. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല? പാലക്കാട്, ഇടുക്കി, വയനാട്, കണ്ണൂർ. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. ആരാണ് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ നിയമിക്കുന്നത്? രാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി, പ്രധാനമന്ത്രി, രാജ്യസഭ.
പ്രധാനമന്ത്രിയായിരിക്കും. താഴെ പറയുന്നവയിൽ ഒരു ഖാരിഫ് വിള തിരഞ്ഞെടുക്കുക. നെല്ല്, കൊക്കോ, കുരുമുളക്, തേങ്ങ. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഹരിപ്പാട്, കരിവെള്ളൂർ, തളിപ്പറമ്പ്, കുമളി. ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി അറിയപ്പെടുന്നത്? ചേർത്തല, ഹരിപ്പാട്, പെരുംകുളം, തളിപ്പറമ്പ. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് പെരുംകുളം. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ കായൽ ഏത്? വെള്ളയാണി, പുന്നമട, വേമ്പനാട്ടുകായൽ, അഷ്ടമുടി കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വെള്ളയാണി കായൽ. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, പർവ്വത മണ്ണ്, കറുത്ത മണ്ണ്. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഏറ്റവും കൂടുതൽ തീരദേശം കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, വയനാട്. കണ്ണൂരാണ് ശരിയായ ഉത്തരം. ഭ്രംശ താഴ്വരകളിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നദി ഏത്? സിന്ധു, ഗോദാവരി, നർമ്മദ, ഗംഗ. ഭ്രംശ താഴ്വരകളിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി. സെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഏത് നദിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് സുന്ദരവനം ഡെൽറ്റ? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, നർമ്മദ. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും. പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല ഏതാണ്? ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ. പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ലയാണ് പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായ വിമാനത്താവളം? കൊച്ചി, അലഹാബാദ്, കണ്ണൂർ, മുംബൈ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഡെക്കാൻ ഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ ഒരേയൊരു പ്രദേശം ഏത്? പാലക്കാട്, കണ്ണൂർ, ഇടുക്കി, വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. ഏത് സംസ്ഥാനത്താണ് മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത്? ഡൽഹി, തമിഴ്നാട്, അസം, കർണാടക. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. NH 744 എന്ന ദേശീയപാത ഏത് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? കൊട്ടിയൂർ, ആര്യങ്കാവ്, വയനാട്. ഇവയൊന്നുമല്ല. NH 774 കടന്നു പോകുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ, മലപ്പുറം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് മലപ്പുറം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ആരംഭിക്കുന്ന മാസം? ജൂണ്, മാർച്ച്, ജനുവരി, സെപ്റ്റംബർ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ആരംഭിക്കുന്നത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ്. സ്ത്രീയെ വികാരത്തിൻ്റെ കൊടുമുടി കയറ്റാൻ നാവിടേണ്ട ഭാഗം? മുല, ചുണ്ട്, യോനി, നിതംബം. മുലയാണ് ശരിയായ ഉത്തരം. ഏത് ഇലയിലാണ് സയനൈഡിൻ്റെ അംശം ഉൾപ്പെട്ടിരിക്കുന്നത്? മുളക്, കപ്പ, കൊന്ന, തക്കാളി. സയനൈഡിൻ്റെ അംശം ഉൾപ്പെട്ടിരിക്കുന്നത് കപ്പയുടെ ഇലയിലാണ്. നാവിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവി ഏത്? പാമ്പ്,
തേനീച്ച, ആമ, ചീങ്കണ്ണി. നാവിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവിയാണ് പാമ്പ്. ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ ഏത്? സൂര്യകാന്തി, വെളിച്ചെണ്ണ, പാം ഓയിൽ, ഒലിവെണ്ണ. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ എണ്ണയാണ് ഒലിവെണ്ണ. ഫ്രിഡ്ജിൽ വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ള രുചി പോകുന്ന പച്ചക്കറി ഏത്? പാവയ്ക്ക, മുളക്, തക്കാളി, വെണ്ടയ്ക്ക. തക്കാളി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. മഴക്കാലത്ത് മാത്രം വിരിയുന്ന പൂവേത്? ചെമ്പകം, സൂര്യകാന്തി, കണിക്കൊന്ന, വാട്ടർ ലില്ലി. മഴക്കാലത്ത് മാത്രം വിരിയുന്ന പൂവാണ് വാട്ടർ ലില്ലി. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രാജ്യം ഏത്? ഓസ്ട്രേലിയ, ചൈന, അമേരിക്ക, ജർമ്മനി. ചൈനയാണ് ശരിയായ ഉത്തരം. ഉമിനീർ കൊണ്ട് കൂടുണ്ടാക്കുന്ന പക്ഷി ഏത്? അരിപ്രാവ്, മരം കൊത്തി, ശരപ്പക്ഷി, ഒട്ടകപ്പക്ഷി. ഉമിനീർ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന പക്ഷിയാണ് ശരപ്പക്ഷി. തൊണ്ടവേദന കൂട്ടുന്ന ആഹാരം നട്ട്സ്, വെണ്ണ, ചോറ്, കാപ്പി. നട്ട്സ് ആണ് ശരിയായ ഉത്തരം. മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം ഏത്? ഞാവൽ, പേരയ്ക്ക, ആപ്പിൾ, ചെറി. മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴമാണ് പേരയ്ക്ക. കീടനാശിനി പ്രയോഗം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ വിള? തക്കാളി, മുരിങ്ങ, ചീര, ഉള്ളി. ഏറ്റവും കൂടുതൽ കീടനാശിനി പ്രയോഗിക്കുന്ന വിളയാണ് ചീര. കെട്ടിടങ്ങളിലെ പെയിന്റ് പോലും തുടച്ചു നീക്കാൻ കഴിയുന്ന നാക്കുള്ള മൃഗമേത്? കടുവ, ആന, ആട്, സിംഹം. കടുവയുടെ നാക്ക് വളരെ സ്ട്രോങ് ആണ്. രണ്ടാമതും ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്കിന് വളരെ സാധ്യതയുണ്ടാക്കുന്ന പദാർത്ഥം? കാപ്പി, ചായ, എണ്ണ, കഞ്ഞി. എണ്ണയാണ് ശരിയായ ഉത്തരം. മുറിച്ചാലും വേദന വരാത്ത ഒരേയൊരു ശരീരഭാഗം? തലച്ചോർ, ഹൃദയം, പാദം, തുട. തലച്ചോറാണ് ശരിയായ ഉത്തരം. മുടി കൊഴിച്ചിലിന് പ്രധാന കാരണം എന്തിൻ്റെ ഉപയോഗമാണ്? സോപ്പ്, വെളിച്ചെണ്ണ, ഷാംപൂ, സിറം. സോപ്പ് അമിതമായി ഉപയോഗിക്കുന്നത് മൂലമാവാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദേശാടനം ചെയ്യുന്ന ജീവി? ചിത്രശലഭം, ചെന്നായ, ഞണ്ട്, പരുന്ത്. ഞണ്ടാണ് ശരിയായ ഉത്തരം. മുതലയുടെ മുട്ട ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്ന രാജ്യം? ഫിലിപ്പൈൻസ്, നെതർലാൻഡ്, ഓസ്ട്രിയ, ജർമ്മനി. ഫിലിപ്പൈൻസ് ആണ് ശരിയായ ഉത്തരം. ഏറ്റവും പഴക്കം ചെന്ന സംഗീത ഉപകരണം? വയലിൻ, ചെണ്ട, ഡ്രം, വീണ. ഏറ്റവും പഴക്കം ചെന്ന സംഗീത ഉപകരണമാണ് ഡ്രം. മറവി കുറയ്ക്കുന്ന ഭക്ഷണം ഏത്? ഏലം, ഇഞ്ചി, കൂൺ, പാല്. മറവി കുറയ്ക്കുന്ന ഭക്ഷണം കൂണാണ് ശരിയായ ഉത്തരം. വൈറ്റ് ബുക്ക് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ്? അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ, ഇറാഖ്. ജർമ്മനിയുടെ ഔദ്യോഗിക രേഖയാണ് വൈറ്റ് ബുക്ക്. തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത്? തേയില, കാപ്പി, ബീറ്റ്റൂട്ട്, ഇരുമ്പ്. തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത്
കാപ്പിയാണ് ശരിയായ ഉത്തരം. രോഗമുള്ള പശുവിൻ്റെ പാൽ കുടിക്കുന്നതിലൂടെ മനുഷ്യർക്കുണ്ടാകുന്ന പനി ഏത്? തക്കാളിപ്പനി, എലിപ്പനി, മാൾട്ട, ഹൃദ്രോഗം. മാൾട്ട എന്ന രോഗത്തിന് കാരണമാകും. 1000 മിന്നാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? കെയ്റോ, ഒമാൻ, ജർമ്മനി, ബ്രിട്ടൻ. 1000 മിന്നാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കെയ്റോ ആണ്. നേടിയ വിഷാംശത്തെ സൂചിപ്പിക്കാൻ കീടനാശിനികളിൽ പതിക്കുന്ന നിറമേത്? ഓറഞ്ച്, റോസ്, പച്ച, കറുപ്പ്. നേരിയ വിഷാംശത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് പച്ച. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊടുമൺ, വാഗമൺ, തഞ്ചാവൂർ, പോണ്ടിച്ചേരി. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമണ്ണിലാണ്. 2010 ഇന്ത്യയുടെ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്? പശു, ആന, കടുവ, സിംഹം. 2010 ഇന്ത്യയുടെ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത് ആനയാണ്. എന്നും കഴിച്ചാൽ കാഴ്ച കുറയുന്ന മത്സ്യമേത്? അയല, സ്രാവ്, മത്തി, ഞണ്ട്. സ്രാവാണ് ശരിയായ ഉത്തരം. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം? കുങ്കുമം, കുരുമുളക്, ഏലം, ജീരകം. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. വിശക്കുമ്പോൾ സ്വന്തം വാൽ ഭക്ഷണമാക്കുന്ന ജീവി ഏതാണ്? എലി, അരണ, അണ്ണാൻ, ചീങ്കണ്ണി. വിശക്കുമ്പോൾ സ്വന്തം വാൽ ഭക്ഷണമാക്കുന്ന ജീവിയാണ് എലി. രക്തം ശുദ്ധീകരിക്കുന്ന പച്ചക്കറി ഏതാണ്? ബീറ്റ്റൂട്ട്, കൈപ്പക്ക, സവാള, ഇഞ്ചി. രക്തം ശുദ്ധീകരിക്കുന്ന പച്ചക്കറിയാണ് കൈപ്പക്ക. ഉള്ളി മുറിക്കുമ്പോൾ കണ്ണീർ വരാതിരിക്കാൻ ഫലപ്രദം? തുളസി, വിനാഗിരി, മഞ്ഞൾ, തേയില. ഉള്ളി അല്പസമയം വിനാഗിരിയിൽ മുക്കി വച്ചാൽ മതി. മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ജീവി ഏത്? കരടി, ചീങ്കണ്ണി, ആമ, പശു. മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ജീവിയാണ് ആമ. നെതർലാൻഡിൽ എത്ര നാൾ വരെ സൂര്യൻ അസ്തമിക്കില്ല? 56 ദിവസം, 66 ദിവസം, 76 ദിവസം, 86 ദിവസം. 76 ദിവസം വരെ സൂര്യൻ അസ്തമിക്കില്ല. സ്ഫോടന സാധനങ്ങളുടെ മണം തിരിച്ചറിയുന്ന ജീവി ഏത്? തേനീച്ച, അണ്ണാൻ, പുഴു, കണവ. സ്ഫോടന വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ കഴിയുന്ന ജീവിയാണ് തേനീച്ച. പേർഷ്യയും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ ഏതാണ്? തമിഴ്, കന്നഡ, ഉറുദു, അറബി. പേർഷ്യയും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷയാണ് ഉറുദു. ഒറ്റ നോട്ടിൽ 5 ലക്ഷം രൂപയുള്ള രാജ്യം? ജർമ്മനി, വിയറ്റ്നാം, അമേരിക്ക, സ്വീഡൻ. ഒറ്റ നോട്ടിൽ 5 ലക്ഷം രൂപയുള്ള രാജ്യമാണ് വിയറ്റ്നാം.